ഇന്നൊരു കല്യാണം ഇട്ടിട്ട് അതിന് പോവാൻ റെഡി ആയിക്കണ്. എല്ലാരും ഇന്നെ കാത്ത് വണ്ടിയിലിരിക്കാണ്ന്നാണ് ഇന്റെ വിചാരം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫാക്കി ചെന്നപ്പോ അല്ലു, അസാനും, ഉമ്മയും കുഞ്ഞുമോനൊക്കെ ഓൾറെഡി റെഡിയായി ഇന്നെങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങളെ കൂടെ പോരാനുള്ള ഒരു കൂട്ടരെ ഞങ്ങളിങ്ങനെ കാത്തുനിന്ന് ഇതാണ് ട്ടോ ഞങ്ങൾ കാത്തിരുന്ന കൂട്ടര്. ലാസ്റ്റ് കാത്തിരിപ്പിനൊടുവിൽ ഓരങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോയപ്പോൾ നല്ല തിരക്കാണ് ട്ടോ. കേറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ആദ്യം വിചാരിച്ചു ഇവിടെ അങ്ങോട്ട് കയറി ഒരു ചായ കുടിച്ചാലോന്ന്. പിന്നെ തോന്നി വേണ്ട, വെൽക്കം ഡ്രിങ്ക് അങ്ങോട്ട് കുടിക്കാത്. ഓള് മുന്തിരിയും ഞാൻ പൈനാപ്പിൾ വെച്ചിട്ട് എടുത്തപ്പോൾ പാളിപ്പോയി. അത് മാംഗോ ആണ്. പക്ഷെ എനിക്ക് മാംഗോ ഇഷ്ടമല്ല. എന്നാലും ഞാൻ അങ്ങോട്ട് കുടിച്ച്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള കല്യാണമാണ്. പിന്നെ ഞങ്ങൾ തിന്നാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ ഒടുക്കത്തെ തിരക്ക്. ഇമ്മാനെയും അസാനുവിനെയും ഓരോരുത്തർ ഇരുത്തി. പിന്നെ കുട്ടികളെ വേറൊരു സ്ഥലത്ത് ഇരുത്തി. ലാസ്റ്റ് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്കൊരു സീറ്റ് അങ്ങോട്ട് കിട്ടിയിട്ടാ. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പൊറോട്ട, വെള്ളപ്പം, പിന്നെ കുറച്ച് മന്തിയും തിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മന്തി എന്തോ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഇത് കുറേ തിന്ന്. അസാനുവിന് ഇത് നല്ല പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഗ്ലാസ്സിലാക്കി കണ്ട് കൈക്ക് പിടിച്ച് അങ്ങനെ എടുത്തു. പിന്നെ ഞങ്ങൾ ചെക്കനും പെണ്ണിനെയും ഇത്രയും നേരമായിട്ട് കണ്ടിട്ടില്ല. ശരിക്കും 2 ബ്രൈഡും 2 ഗ്രൂമും ഉണ്ട് ട്ടോ. ഇതാണ് ഒരു ടീം. ഓരെ കുറേ കറങ്ങലും മാലടലൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കാണാനിട്ടാ. കുറേ നേരം ഓരെ നോക്കിയിരുന്നപ്പോത്തിന് മറ്റോര് വരുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ മറ്റോരും കൂടി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ട്ടോ. ഇതിൻ്റെ ഇടയിൽ മറ്റോരും വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു കൂട്ടര്. അങ്ങനെ ഓരും വന്ന് അങ്ങനെ സന്തോഷമായി. ഇതിൻ്റെ ഇടയിൽ നേരം കുറേ ആയിക്കണം. അസാനുവിനൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിരുന്നു ട്ടോ. പിന്നെ രാത്രിയായി എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോരാന്ന് വിചാരിച്ച് ചെറിയ രീതിയിലുള്ള ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് അത്രയുള്ള ചാറ്റൽ ബൈ, സീ യു.